UDF മന്ത്രിസഭ വരുന്നതിന് പിന്നാലെ KPCCക്ക് പുതിയ അധ്യക്ഷനും വരും. അടൂർ പ്രകാശ്, ബെന്നി ബെഹ്നാൻ, ഷാഫി പറമ്പിൽ അടക്കം 5 പേരുകളാണ് ചർച്ചയിലുള്ളത്. മുഖ്യമന്ത്രി ആരാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും KPCC അധ്യക്ഷന്റെ പേരിലും വ്യക്തത വരിക. നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് UDF മന്ത്രിസഭയിൽ മന്ത്രിയാകും. മന്ത്രിസ്ഥാനവും KPCC അധ്യക്ഷ പദവിയും ഒരുമിച്ച് കൊണ്ടുപോകുക ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷ പദവിയിൽ 1 വർഷം പൂർത്തിയായ സണ്ണി ജോസഫിന് പകരക്കാരനെ തിരയുന്നത്. നിലവിലെ UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ്, ബെന്നി ബെഹ്നാൻ, ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി KPCC അധ്യക്ഷ പദവിയിലേക്ക് സജീവ പരിഗണനയിലുള്ള 5 പേർ. KC വേണുഗോപാലിനൊപ്പമുള്ള NK രാഘവന്റെ കൂടെ KCക്കായി MP മാരെ ഒരുമിപ്പിക്കുന്നതിലും പാർട്ടിക്കുള്ളിലെ KC അനുകൂല നീക്കങ്ങളിലും ചുക്കാൻ പിടിച്ച ആളാണ് ബെന്നി ബെഹ്നാൻ. മുൻപ് UDF കൺവീനറായിരുന്ന പരിചയവുമുണ്ട്. മുതിർന്ന നേതാക്കളുമായും നല്ല വ്യക്തിബന്ധം, ഘടകകക്ഷികളുമായും നല്ല ബന്ധം. ഇതാണ് ബെന്നി ബെഹ്നാന് അനുകൂല ഘടകങ്ങൾ. KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ആളായി ഷാഫി പറമ്പിലുമുണ്ട് പട്ടികയിൽ. ന്യൂനപക്ഷ മുഖം എന്നതിനപ്പുറം പാൻ കേരള മുഖമുള്ള ക്രൗഡ് പുള്ളറായി മാറിയ യുവ നേതാവ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ നേതാവ് എന്ന നിലയിലാണ് ഷാഫിയെ പരിഗണിക്കുന്നത്. ഇത്തവണ കോന്നിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്ന അടൂർ പ്രകാശ് ഏറ്റവും ഒടുവിൽ പിൻവാങ്ങിയത് KPCC അധ്യക്ഷ പദം കൂടി ലക്ഷ്യമിട്ടെന്നാണ് സൂചന. കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിൽ വെട്ടിപ്പോയ പേരാണ് ആന്റോ ആന്റണിയുടേത്. ദളിത് സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ അത് സ്വാഭാവികമായി കൊടിക്കുന്നിലേക്കെത്തും. അതിനിടെ ഒരു മുഴം മുന്നേ എറിയുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടു. ക്രൈസ്തവ വിഭാഗങ്ങളെ കോൺഗ്രസ് തഴയുന്നു എന്നുള്ള ആരോപണം ഉയർന്നതിനെ തുടർന്നായിരുന്നു K സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയ ഉടനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. ഇത്തവണയും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളാകും ആ പദത്തിലേക്ക് എത്തുക എന്നുള്ളത് ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ള 3 പേരും നായർ സമുദായാംഗങ്ങൾ. UDF കൺവീനർ പദവി ഈഴവ സമുദായത്തിൽ നിന്നുള്ള അടൂർ പ്രകാശും. ബിഗ് TV, തിരുവനന്തപുരം.